ഭൂമിയുടെ ഉപരിതലത്തിൽ ഇന്നും ഏറ്റവും വിലപിടിപ്പുള്ളതും തേടപ്പെടുന്നതുമായ ലോഹങ്ങളിലൊന്നാണ് സ്വർണം. വെറും 6 ഗ്രാം സ്വർണം ലഭിക്കുന്നതിന് 1 ടൺ അയിര് ഖനനം ചെയ്ത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഭൂമി ഉണ്ടായതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്വർണം രൂപപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വർണം ഭാരമേറിയ ഒരു മൂലകമാണ്. ഇതിനർത്ഥം സാധാരണ രാസപ്രവർത്തനങ്ങളിലൂടെ ഇത് നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ്. നക്ഷത്രങ്ങളുടെ ആയുസ്സിന്റെ അവസാനത്തിൽ സംഭവിക്കുന്ന സൂപ്പർനോവ വിസ്ഫോടനങ്ങൾ പോലുള്ള അതിശക്തമായ പ്രപഞ്ച സംഭവങ്ങളിലൂടെ മാത്രമേ ഇത് രൂപപ്പെടുകയുള്ളൂ. ഇത്തരത്തിലുള്ള വിസ്ഫോടന സമയത്തുണ്ടാകുന്ന ഊർജം വളരെ തീവ്രമാണ്. ഇത് ഭാരം കുറഞ്ഞ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകളെ തമ്മിൽ സംയോജിപ്പിക്കുകയും സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ ഭാരമേറിയ ലോഹങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ മൂലകങ്ങളുടെ ദശലക്ഷക്കണക്കിന് സൂക്ഷ്മ കണികകൾ ബഹിരാകാശത്തേക്ക് വിന്യസിക്കപ്പെടുകയും ഒടുവിൽ പാറകളും ബഹിരാകാശ പൊടിയുമായി കലരുകയും ചെയ്യുന്നു. ഭൂമിയുടെ ആദ്യത്തെ കോടിക്കണക്കിന് വർഷങ്ങളിൽ ഗ്രഹം ചൂടുള്ളതും ഉരുകിയതുമായ അവസ്ഥയിലായിരുന്നു. ഇരുമ്പ്, സ്വർണം തുടങ്ങിയ ഭാരമേറിയ മൂലകങ്ങൾ ഗുരുത്വാകർഷണം മൂലം ഭൂമിയിലേക്ക് ലയിച്ചു. എന്നാൽ ഏകദേശം 4000 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പതിച്ച ലോഹങ്ങൾ അടങ്ങിയ ഉൽക്കകൾ കാരണം അവയുടെ ഒരു ഭാഗം ഭൂമിയുടെ പുറംപാളിയിലും മാൻഡിലിലും തങ്ങിനിന്നു. ഈ ഉൽക്കകളിൽ സ്വർണവും മറ്റു വിലപിടിപ്പുള്ള ലോഹങ്ങളും ഉണ്ടായിരുന്നു. അവ ഭൂമിയുടെ ഉപരിതല പാളികളുമായി കലർന്നു. ഏകദേശം 200 കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമിക്കടിയിൽ കുടുങ്ങിയ ചൂടുവെള്ളം ചെറിയ വിള്ളലുകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. പാറകളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ ചൂടുവെള്ളത്തിൽ ലയിച്ചു ചേർന്ന ധാതുക്കളുണ്ടായിരുന്നു. അവ തണുത്തപ്പോൾ ക്വാർട്സ് സിരകൾ രൂപപ്പെടുകയും അവയ്ക്കുള്ളിൽ സ്വർണം കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. ഒറ്റനോട്ടത്തിൽ സാധാരണ പാറകളായി തോന്നുന്നവയ്ക്കുള്ളിൽ ഈ വിലപിടിപ്പുള്ള ലോഹം ഒളിഞ്ഞിരുന്നു. സഹസ്രാബ്ദങ്ങൾ കടന്നുപോയപ്പോൾ പ്രകൃതിദത്തമായ മണ്ണൊലിപ്പ് മൂലം ഈ പാറകൾക്ക് തേയ്മാനം സംഭവിക്കുകയും സ്വർണ്ണത്തരികൾ വേർപെട്ട് നദികളിലും തോടുകളിലും എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ഈ സ്വർണം എങ്ങനെയാണ് കണ്ടെത്തുകയും വേർതിരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ക്വാർട്സ്, പൈറൈറ്റ് തുടങ്ങിയ മറ്റ് ധാതുക്കൾ അടങ്ങിയ പാറകളുടെ സിരകളിലാണ് സ്വർണം സാധാരണയായി കാണപ്പെടുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സിരകൾ രൂപപ്പെട്ടത്. കാലക്രമേണ ഭൂമിയിലെ ചില ഭാഗങ്ങളിൽ, ലോകമെമ്പാടുമുള്ള ചുരുക്കം ചില പ്രത്യേക സ്ഥലങ്ങളിൽ സ്വർണത്തിന്റെ വലിയ ശേഖരങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടു. ദക്ഷിണ ഓസ്ട്രേലിയ, ചൈന, ദക്ഷിണാഫ്രിക്ക, പെറു, പടിഞ്ഞാറൻ അമേരിക്ക എന്നിവിടങ്ങളിലാണ് ഇതിൽ ഏറ്റവും വലിയ ശേഖരങ്ങൾ ഉള്ളത്. എന്നാൽ സ്വർണം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്തുന്നത് ഒട്ടും എളുപ്പമല്ല. പുരാതന ശിലാരൂപങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതുമായ പ്രദേശങ്ങൾക്കായി ഭൂഗർഭശാസ്ത്രജ്ഞർ വിശദമായ ഭൂപടങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ചൂടുവെള്ളത്തിന്റെ സഞ്ചാരത്തിനും ധാതുക്കളുടെ നിക്ഷേപത്തിനും അനുയോജ്യമായ സ്ഥലങ്ങളാണിവ. ഉപഗ്രഹങ്ങളുടെയും ഏരിയൽ സെൻസറുകളുടെയും സഹായത്തോടെ മണ്ണിലെ രാസപരവും കാന്തികവുമായ വ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നു. ഇത് താഴെ സ്വർണമോ മറ്റു വിലയേറിയ ലോഹങ്ങൾ ഉണ്ടെന്നതിൻ്റെ സൂചനയാണ്. ഇതിനുശേഷം ഫീൽഡ് വർക്ക് ഘട്ടം വരുന്നു. മണ്ണിലെയും പാറയിലെയും സാമ്പിളുകൾ ശേഖരിച്ച് ലബോറട്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സൂക്ഷ്മമായ രാസപരിശോധനകൾക്ക് വിധേയമാക്കുന്നു. സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണെങ്കിൽ നിക്ഷേപത്തിന്റെ ആഴവും വലിപ്പവും നിർണ്ണയിക്കാൻ ഡ്രില്ലിംഗ് ആരംഭിക്കുന്നു. അവിടെ നിന്ന് ആധുനിക ഖനനത്തിലെ ഏറ്റവും ചിലവേറിയതും സങ്കീർണവുമായ ഘട്ടങ്ങളിലൊന്ന് ആരംഭിക്കുന്നു: എക്സ്ട്രാക്ഷൻ പ്ലാനിംഗ്. ടൺ കണക്കിന് പാറകൾ നീക്കം ചെയ്യാനും ഉപരിതലത്തിന് സമീപം ഒളിഞ്ഞിരിക്കുന്ന വിലയേറിയ ലോഹം പുറത്തെടുക്കാനും ഭീമൻ യന്ത്രങ്ങളും സ്ഫോടകങ്ങളും ട്രക്കുകളും ഉപയോഗിക്കുന്നു. സ്വർണം ഉപരിതലത്തിനടുത്താണെങ്കിൽ ഏറ്റവും സാധാരണ മാർഗം ഓപ്പൺ പിറ്റ് മൈനിംഗ് ആണ്. അയിരിനെ മൂടി നിൽക്കുന്ന മണ്ണിന്റെയും പാറയുടെയും മുകൾ പാളികൾ നീക്കം ചെയ്തുകൊണ്ടാണ് പ്രായോഗിക പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. കൂറ്റൻ എക്സ്കവേറ്ററുകളും ലോഡറുകളും ഈ ആവശ്യത്തിനായി പ്രത്യേകം വികസിപ്പിച്ചെടുത്ത ട്രക്കുകളും ടൺ കണക്കിന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. യന്ത്രങ്ങളുടെ സുരക്ഷിതമായ പ്രവേശനത്തിനും മണ്ണിടിച്ചിൽ ഒഴിവാക്കാനും ബെഞ്ചുകൾ എന്നറിയപ്പെടുന്ന വലിയ പടുകളായാണ് ഭൂമി ഖനനം ചെയ്യുന്നത്. ഈ ഖനികൾക്ക് 100 കണക്കിന് മീറ്റർ ആഴവും കിലോമീറ്ററുകളോളം വീതിയും ഉണ്ടാകാം. ഇത് ബഹിരാകാശത്ത് നിന്നും കാണാൻ കഴിയുന്ന വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുത്തുന്നു. പാറകൾ വളരെ കടുപ്പമുള്ള സ്ഥലങ്ങളിൽ ആഴമുള്ള സുഷിരങ്ങളുണ്ടാക്കി അവയിൽ നിയന്ത്രിത സ്ഫോടകങ്ങൾ നിറച്ച് പാറകളെ ആയിരക്കണക്കിന് ചെറിയ കഷ്ണങ്ങളാക്കി തകർക്കുന്നു. പാറകളുടെ വലിപ്പം കുറയ്ക്കുകയാണിതിന്റെ ലക്ഷ്യം. ഇത് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കും. തുടർന്ന് എക്സ്കവേറ്ററുകൾ ഈ അയിര് ഭീമൻ ട്രക്കുകളിൽ നിറച്ച് ഖനിയിലെ ക്രഷറുകളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ എല്ലാ സ്വർണവും ഇത്ര എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല. ആഴമേറിയതും ഇടുങ്ങിയതുമായ സിരകളിലാണ് സ്വർണം കാണപ്പെടുന്നത്. അപ്പോൾ ഖനന രീതി പൂർണ്ണമായും മാറുന്നു. അപ്പോൾ അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ സമയമാണ്.
ഈ ടെക്നോളജിയിൽ സ്വർണം കേന്ദ്രീകരിച്ചിരിക്കുന്ന പാറപ്പാളികളെ പിന്തുടർന്ന് തുരങ്കങ്ങളും ഗാലറികളും നിർമ്മിക്കുന്നു. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചുമരുകൾ കോൺക്രീറ്റും ലോഹദണ്ഡുകളും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്നു. ശുദ്ധവായു എത്തിക്കാനും വാതകങ്ങളും പൊടിയും 50 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ എത്തിയേക്കാവുന്ന ചൂടും നീക്കം ചെയ്യാനും വെന്റിലേഷൻ സിസ്റ്റങ്ങൾ സ്ഥാപിക്കുന്നു. ഗാലറികളിലേക്ക് കയറിയേക്കാവുന്ന ഭൂഗർഭജലം നീക്കം ചെയ്യാൻ ഡ്രെയിനേജ് പമ്പിംഗ് സിസ്റ്റങ്ങളും ഏർപ്പെടുത്തുന്നു. ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ന്യൂമാറ്റിക് ഡ്രില്ലിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാറകളിൽ കൃത്യമായ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സുഷിരങ്ങളിൽ ഉയർന്ന ശേഷിയുള്ള സ്ഫോടകങ്ങൾ നിറയ്ക്കുകയും ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. സ്ഫോടനത്തിന്റെ ക്രമം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. ഇത് പാറകളെ കാര്യക്ഷമമായി തകർക്കാനും ചുറ്റുമുള്ള തുരങ്കത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും സഹായിക്കുന്നു. സ്ഫോടനത്തിന് ശേഷം സുരക്ഷ ഉറപ്പാക്കി ഓപ്പറേറ്റർമാർ തിരികെ എത്തുന്നു. തകർന്ന പാറകൾ നീക്കം ചെയ്യുന്നു. ഈ അയിര് സ്പെഷ്യൽ വാഹനങ്ങളിൽ കയറ്റി ക്രഷറികളിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് ഉപരിതലത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടം പ്രോസസ്സിംഗ് ആണ്. അവിടെ അയിര് തിളങ്ങുന്ന സ്വർണ്ണ കട്ടികളായി മാറുന്നു. ബെനിഫിഷിയേഷൻ പ്ലാന്റുകളിൽ അയിര് ആദ്യം വലിയ ക്രഷറുകളിലൂടെയും മില്ലുകളിലൂടെയും കടന്നുപോകുന്നു. ഇത് പാറകളെ പൊടിയാക്കി മാറ്റുന്നു. പാറയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്വർണ്ണത്തെ പുറത്തെടുക്കാൻ ഇത് അത്യാവശ്യമാണ്. ഈ പൊടി വെള്ളവും രാസവസ്തുക്കളുമായി കലർത്തി പൾപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന മിശ്രിതമായി മാറ്റുന്നു. അയിരിന്റെ തരമനുസരിച്ച് സ്വർണം വേർതിരിക്കാൻ ഫ്ലോട്ടേഷൻ, ഗ്രാവിമെട്രി അല്ലെങ്കിൽ സൈനൈഡേഷൻ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ഉപയോഗിക്കുന്നു. ഫ്ലോട്ടേഷൻ പ്രക്രിയയിൽ വായു കുമിളകൾ പൾപ്പിലേക്ക് കടത്തിവിടുന്നു. ഇത് സ്വർണ്ണത്തരികളെ കുമിളകളോടൊപ്പം ഉപരിതലത്തിൽ എത്തിക്കുകയും അവിടെ അവ നുരയായി ശേഖരിക്കുകയും ചെയ്യുന്നു. ഗ്രാവിമെട്രിയിൽ സ്വർണത്തിന്റെ ഭാരം ഉപയോഗിച്ചാണ് വേർതിരിക്കുന്നത്. ഭാരം കുറഞ്ഞ സ്വർണം അടിത്തട്ടിൽ അടിയുന്നു. സ്വർണം പാറയിൽ വളരെ സൂക്ഷ്മമായി കലർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ലോകമെമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൈനൈഡേഷൻ പദ്ധതി പ്രയോഗിക്കുന്നു. ഈ ടെക്നോളജിയിൽ സൈനൈഡ് ലായനി ഉപയോഗിച്ച് സ്വർണത്തെ ലയിപ്പിക്കുന്നു, അഴുക്കിൽ നിന്ന് വേർതിരിക്കുന്നു. ലായനിയിൽ നിന്ന് സ്വർണം പിന്നീട് സിങ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കരി ഉപയോഗിച്ചോ വീണ്ടെടുക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പദാർത്ഥം അരിച്ചെടുത്ത് ഉണക്കിയ ശേഷം 1000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുള്ള ചൂളകളിൽ വെച്ച് ഉരുക്കുന്നു. കഠിനമായ ചൂടിൽ സ്വർണം ഉരുകി ബാക്കിയുള്ള അഴുക്കുകളിൽ നിന്ന് വേർപെട്ട് തിളങ്ങുന്ന ദ്രാവകമായി മാറുന്നു. ഒടുവിൽ ഇത് ഗ്രാഫൈറ്റ് അച്ചുകളിലേക്ക് ഒഴിച്ച് ബാറുകളായി മാറ്റുന്നു. ഇവയെ ബുല്യൻസ് എന്ന് വിളിക്കുന്നു. ബാങ്കുകളിലും റിഫൈനറികളിലും ഉപയോഗിക്കുന്ന നിലവാരമുള്ള രൂപമാണിത്. ആദ്യത്തെ ഉരുക്കലിന് ശേഷം ലഭിക്കുന്ന സ്വർണത്തിൽ വെള്ളി, ചെമ്പ് തുടങ്ങിയ മറ്റ് ലോഹങ്ങളുടെ ചെറിയ അംശങ്ങൾ കണ്ടേക്കാം. ഏറ്റവും ഉയർന്ന ശുദ്ധത അഥവാ 99.99% കൈവരിക്കാൻ ഇത് ഇലക്ട്രോലിറ്റിക് റിഫൈനിംഗ് പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു. ശുദ്ധമല്ലാത്ത സ്വർണം ഒരു ലായനിയിൽ മുക്കി വൈദ്യുത പ്രവാഹം കടത്തിവിടുമ്പോൾ സ്വർണ്ണ ആറ്റങ്ങൾ വേർപെട്ട് ശുദ്ധമായ ക്രിസ്റ്റലുകളായി മാറുന്നു. റിഫൈനിങ്ങിന് ശേഷം ഈ ശുദ്ധമായ സ്വർണം വീണ്ടും ഉരുക്കി നിശ്ചിത അളവിൽ കട്ടികളാക്കി മാറ്റുന്നു. ഏതാനും ഗ്രാം മുതൽ 12.4 കിലോഗ്രാം വരെ ഭാരമുള്ള ഈ സ്വർണ്ണക്കട്ടികൾ ലോകമെമ്പാടുമുള്ള ബാങ്കുകളും നിക്ഷേപകരും ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് ഭൂമിക്കടിയിലെ പാറകളിൽ കുടുങ്ങിക്കിടന്ന ലോഹം മനുഷ്യരാശിയുടെ ഏറ്റവും വിലപ്പെട്ടതും ആഗ്രഹിക്കപ്പെട്ടതുമായ വസ്തുവായി മാറുന്നു. സഹസ്രാബ്ദങ്ങളായി ഇത് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഭൂമിയിലെ ഈ അത്ഭുതകരമായ സ്വർണ്ണയാത്രയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു ചെറിയ സ്വർണ്ണത്തരിക്ക് പിന്നിൽ പ്രപഞ്ച വിസ്ഫോടനങ്ങൾ മുതൽ കഠിനമായ ഖനന പ്രക്രിയകൾ വരെയുള്ള വലിയൊരു ചരിത്രമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രകൃതിയുടെ ഈ അമൂല്യ നിധിയെ നമ്മൾ എങ്ങനെയാണ് ഇത്രയധികം ശുദ്ധീകരിച്ചെടുക്കുന്നതെന്ന് മനുഷ്യന്റെ സാങ്കേതിക മികവിന്റെ സാക്ഷ്യം കൂടിയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. സ്വർണത്തെക്കുറിച്ചുള്ള ഈ പുതിയ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ. പരക്കട്ടെ പ്രകാശം.